സുഡാനിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എൽഫാഷർ നഗരം പിടിച്ചെടുത്ത് വെറും 3 ദിവസത്തിനുള്ളിൽ നടത്തിയ ആക്രമണത്തിനിടെ 6000-ലധികം പേർ കൊല്ലപ്പെട്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര യുദ്ധം തകർത്ത സുഡാനിൽ നിന്നും മനസാക്ഷിയെ നടുക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വടക്കൻ ഡാർഫറിലെ തന്ത്രപ്രധാനമായ നഗരമായ എൽഫാഷർ നഗരം പിടിച്ചെടുക്കാൻ RSF നടത്തിയ കൊടും ക്രൂരതയിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. നഗരത്തിനുള്ളിൽ വെച്ച് 4400 പേരും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്നതിനിടെ 1600 പേരും കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ആക്രമണത്തിന് പുറമെ ലൈംഗിക അതിക്രമങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, പീഡനം എന്നിവയും അരങ്ങേറിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇവ യുദ്ധക്കുറ്റകൃത്യങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും തുല്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ അഭയം പ്രാപിച്ച 1000 പേർക്കു നേരെ RSF പോരാളികൾ വെടിയുതിർത്തപ്പോൾ മൃതദേഹങ്ങൾ വായുവിലേക്ക് എറിയപ്പെട്ടെന്നും അതൊരു ഹൊറർ സിനിമയിലെ ഒരു രംഗം പോലെയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ റിപ്പോർട്ടിൽ പറയുന്നു. നടന്നത് വെറും പോരാട്ടമല്ലെന്നും മറിച്ച് വംശഹത്യയ്ക്കും യുദ്ധക്കുറ്റങ്ങൾക്കും സമാനമായ അതിക്രമങ്ങളാണെന്നും UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടാർക്ക് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.